ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. IPC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ക്ലീയിലാണെങ്കിലും IPC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. സെക്ഷൻ 2 പറയുന്ന പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസസ് കമ്മിറ്റഡ് വിത്തിൻ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഒഫൻസസിനുള്ള പണിഷ്മെൻറ്റ് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഈ സെക്ഷൻ 4 പറയുന്ന എക്സ്റ്റൻഷൻ ഓഫ് കോഡ് ഇൻ എക്സ്ട്രാ ടെറിട്ടോറിയൽ ഒഫൻസസ്, അതായത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഒഫൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ഷിപ്പോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൽ വച്ചിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഒഫൻസ് ചെയ്താൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കേസസിലൊക്കെ ഇന്ത്യയിൽ എവിടെ വെച്ചാണോ അയാളെ പിടികൂടുന്നത്, ഇന്ത്യയിൽ എവിടെ വെച്ചാണോ അയാൾ കാണുന്നത് ആ പ്ലേസിലുള്ള കോടതിയിലായിരിക്കും അയാളെ അല്ലെങ്കിൽ ഈ ഒരു കേസ് ട്രൈ ചെയ്യുന്നത്. ഇനി പറയുന്നത് സെക്ഷൻ 23 ആണ്, റോങ്ഫുൾ ഗെയിൻ ആൻഡ് റോങ്ഫുൾ ലോസ്. റോങ്ഫുൾ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഗെയിൻ ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി ടു വിച്ച് ദ പേഴ്സൺ ഗെയിനിങ് ഈസ് നോട്ട് ലീഗലി എൻറ്റൈറ്റിൽഡ്. അതായത് ഒരാൾക്ക് നിയമപരമായിട്ട് അവകാശമില്ലാത്ത പ്രോപ്പർട്ടി വെച്ച് അയാൾ റോങ്ഫുൾ ആയിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് റോങ്ഫുൾ ഗെയിൻ ആണ്. അതുപോലെ റോങ്ഫുൾ ലോസ്, ഇറ്റ് ഈസ് ദ ലോസ് ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി ടു വിച്ച് ദ പേഴ്സൺ ലോസിങ് ഈസ് ലീഗലി എൻറ്റൈറ്റിൽഡ്. അടുത്തത് പറയുന്ന സെക്ഷൻ 24 ആണ്, ഡിസോണസ്റ്റ്ലി. ഹൂഎവർ ഡസ് എനിത്തിങ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് റോങ്ഫുൾ ഗെയിൻ ഓർ റോങ്ഫുൾ ലോസ് ടു അനദർ പേഴ്സൺ ഈസ് സെഡ് ടു ബി ഡിസോണസ്റ്റ്ലി. അതായത് മറ്റൊരാൾക്ക് റോങ്ഫുൾ ഗെയിനോ ലോസോ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ഇൻറ്റൻഷനിൽ ചെയ്യുന്നതിനെയാണ് ഡിസോണസ്റ്റ്ലി എന്ന് പറയുന്നത്. സെക്ഷൻ 25 പറയുന്ന ഫ്രോഡുലൻ്റ്ലിയാണ്. എ പേഴ്സൺ ഈസ് സെഡ് ടു ഡു എ തിങ് ഫ്രോഡുലൻ്റ്ലി ഇഫ് ഹി ഡസ് ദാറ്റ് തിങ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിഫ്രോഡ്. ഒരാളെ ഡിഫ്രോഡ് ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നതാണ് ഫ്രോഡുലൻ്റ്ലി. അടുത്തത് സെക്ഷൻ 26 ആണ്, റീസൺ ടു ബിലീവ്. എ പേഴ്സൺ ഈസ് സെഡ് ടു ഹാവ് റീസൺ ടു ബിലീവ് എ തിങ് ഇഫ് ഹി ഹാസ് സഫിഷ്യൻറ്റ് കോസ് ടു ബിലീവ് ദാറ്റ് തിങ്. അതായത് ഒരു സഫിഷ്യൻറ്റ് കോസ് ഉണ്ടായിരിക്കണം ബിലീവ് ചെയ്യാനായിട്ട്. അതാണ് റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 39, വോളണ്ടറിലി. എ പേഴ്സൺ ഈസ് സെഡ് ടു കോസ് ആൻ എഫക്റ്റ് voluntarily when he causes it by means whereby he intended to cause it or by means which at the time of employing those means he knew or had reason to believe to be likely to cause it. അതായത് നമുക്ക് അറിയാം ഒരു കാര്യം ചെയ്താൽ ഇന്ന ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് വോളണ്ടറിലി. അടുത്തത് സെക്ഷൻ 73 ആണ്, സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കൺവിക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കോടതിക്ക് പവറുണ്ട് അയാളെ വിഗറസ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിക്കണോ, അതായത് കഠിനമായിട്ടുള്ള തടവ് ശിക്ഷ നൽകണോ എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഒരാൾ ഇംപ്രിസൺമെൻറ്റിന് പോകുന്നത് 6 മാസമാണ്. 6 മാസത്തിന് മേളിലല്ലെങ്കിൽ 1 മാസം സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി 6 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ 2 മാസം സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റും. അതുമല്ല ഇനി 1 വർഷത്തിന് മേലെയാണ് അയാളുടെ ഇംപ്രിസൺമെൻറ്റ് എങ്കിൽ അതിൽ 3 മാസം അയാൾക്ക് സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സോളിറ്ററി കൺഫൈൻമെൻറ്റിന് അയാളെ വിധേയനാക്കുമ്പോൾ 14 ദിവസമാണ് ഒരു അറ്റ് എ ടൈമിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞൊരു ഇൻ്റർവെല്ല് കഴിഞ്ഞാണ് പിന്നെ 40 ഡേയ്സിന് ശിക്ഷിക്കുന്നത്. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 82, ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. അപ്പം 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ആക്ട് അതൊന്നും ഒഫൻസ് അല്ല എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. എന്നാൽ 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അത് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലായിരിക്കും ഈ കുട്ടികൾ ചെയ്യുന്ന ഒരു ആക്ട് എന്ന് പറയുന്ന ഒഫൻസ് ആണോ അല്ലയോ, പണിഷബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ നേച്ചർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത് പറയുന്നത് സെക്ഷൻ 83 ആണ്. സെക്ഷൻ 84, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആക്ടുകൾ. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹു അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ഇറ്റ് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട് ഓർ ദാറ്റ് ഹീ ഈസ് ഡൂയിങ് വാട്ട് ഈസ്
എയ്തർ റോങ് ഓർ കോൺട്രറി ടു ലോ. അപ്പോൾ ഒരാളൊരു ആക്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തി, പക്ഷെ ആ സമയത്ത് അയാൾ അൺസൗണ്ട് മൈൻഡ് ആയിരുന്നു എങ്കിൽ അയാൾ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമല്ല. എന്നാൽ ഒരു മദ്യപാനിയായിട്ടുള്ള ആൾ ഒരുപാട് മദ്യപിച്ചിട്ട് ബോധമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അങ്ങനെ ഒരു ആക്ട്, ഒരു ഒഫൻസ് ചെയ്താൽ അതൊരിക്കലും ഈ ഒരു സെക്ഷൻ്റെ കീഴിൽ വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതൊരു ഒഫൻസ് തന്നെയായിരിക്കും. അടുത്തത് സെക്ഷൻ 120A ആണ്, ഡെഫിനിഷൻ ഓഫ് ക്രിമിനൽ കോൺസ്പിറസി. അപ്പോൾ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 120Aയിലാണ്. വെൻ 2 or more persons agreed to do an illegal act or a legal act in illegal means, it's termed as criminal conspiracy. And the minimum number of members required for criminal conspiracy is 2. Then section 120B says about the punishment of criminal conspiracy. Then 121, waging war against India. So waging war or threatening to wage war against government of India coming under the section 121. അടുത്ത സെക്ഷൻ 124A ആണ്, സെഡീഷൻ. സെഡീഷൻ മീൻസ് whoever by words either spoken or written or by signs or by visible representation brings or attempt to bring into hatred or contempt against the government ആണ് സെഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 141 ആണ്. സെക്ഷൻ 141 says about unlawful assembly. ഒരു അസംബ്ലി അത് അൺലോഫുൾ അസംബ്ലി ആവണമെങ്കിൽ അതിൽ മിനിമം 5 persons ഉണ്ടാവണം. So 5 or more persons are required to form an unlawful assembly. അടുത്തത് 146 ആണ്, rioting. Section 146 says about rioting. Whenever force or violence is used by an unlawful assembly or by any member thereof in prosecution of the common object of such assembly, every member of such assembly is guilty of offense of rioting. ആൻഡ് സെക്ഷൻ 147ലാണ് പണിഷ്മെൻറ്റ് ഫോർ റയോട്ടിങ് പറയുന്നത്. അടുത്തത് അഫ്രയാണ്. സെക്ഷൻ 159ലാണ് അഫ്രയെ പറ്റി പറയുന്നത്. അഫ്രേ നടക്കണമെങ്കിൽ 2 persons മിനിമം വേണം. വെൻ 2 or more person by fighting in a public place disturb the public peace, they are said to commit an affray. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ 2 അതിലധികം ആളുകൾ കൂടി ഒരു പബ്ലിക് പീസ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് അഫ്രേ എന്ന് പറയാം. പണിഷ്മെൻറ്റ് ഫോർ കമ്മിറ്റിംഗ് അഫ്രേ കമ്മിങ് അണ്ടർ ദ സെക്ഷൻ 160. ഇനി ഫോൾസ് എവിഡൻസ്, ഫോൾസ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടാക്കുക, അത് കൊടുക്കുക. ഗിവിങ് ഫോൾസ് എവിഡൻസ് 191ലാണ്. ആൻഡ് ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് കമ്മിങ് അണ്ടർ സെക്ഷൻ 192 ഓഫ് IPC. അടുത്തത് സെക്ഷൻ 268 പബ്ലിക് ന്യൂസൻസിനെ പറ്റിയാണ് പറയുന്നത്. 269 ആണെങ്കിൽ നെഗ്ലിജൻ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. അപ്പം ലൈഫിന് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ നെഗ്ലിജൻ്റ് ആയിട്ട് മനഃപൂർവ്വം അല്ലാതെ പരത്തുന്നതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. എന്നാൽ 270 വരുമ്പോൾ മാലിഗ്നൻ്റ് ആക്റ്റാണ് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസസ് ഡേഞ്ചറസ് ടു ലൈഫ്. ഇനി ഡിസൊബീഡിയൻസ് ടു ക്വാറൻറ്റൈൻ റൂള് അത് പറയുന്നത് 271ലാണ്. അപ്പം നമ്മളൊക്കെ ക്വാറൻറ്റൈനിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പം ഈ ക്വാറൻറ്റൈൻ ലൈഫിന് നമ്മൾ ഒബേ ചെയ്യാതെ പുറത്തിറങ്ങി നടന്ന അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 271. 272 പറയുന്ന അഡൾട്രേഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ. അതുപോലെ 273 ആണെങ്കിൽ സെയിൽ ഓഫ് നോക്ഷ്യസ് ഫുഡാണ്. 277 ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ. അപ്പം പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും നദികളോ പുഴകളൊക്കെ മലിനപ്പെടുത്തിയാലുണ്ടാകുന്ന പണിഷ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി സെക്ഷൻ 278 പറയുന്ന മേക്കിംഗ് അറ്റ്മോസ്ഫിയർ നോക്ഷ്യസ് ടു ഹെൽത്ത്. 279 പറയുന്ന റാഷ് ഡ്രൈവിംഗ് ഓർ റൈഡിങ് ഓൺ എ പബ്ലിക് വേ. പബ്ലിക് സ്ഥലത്ത് റോഡിലൂടെ വളരെ സ്പീഡിൽ ശ്രദ്ധയില്ലാതെ ഹൈ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് 279 പറയുന്നത്. ഇനി സെക്ഷൻ 299 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡാണ്. ഹൂഎവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത് or with the intention of causing such bodily injury as it likely to cause death, or with the knowledge that he is likely by such act to cause death, commits the offense of culpable homicide. അതായത് ഡെത്ത്
സംഭവിക്കണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന ആക്റ്റുകളാണ് കൾപ്പബിൾ ഹോമിസൈഡിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ബോഡിയിലെ ഇഞ്ചുറി വരുത്താൻ ഉദ്ദേശിക്കുന്നു, ആ ഒരു ബോഡിയിലെ ഇഞ്ചുറി കാരണം അയാൾക്ക് മരണം സംഭവിച്ചേക്കാം. അങ്ങനെയുള്ള ആക്റ്റുകളാണ് കൾപ്പബിൾ ഹോമിസൈഡിൽ പറയുന്നത്. അപ്പോൾ ഇത് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 299 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. അടുത്ത സെക്ഷൻ ഡെഫിനിഷൻ ഓഫ് മർഡർ ആണ്. മർഡർ വരുന്നത് സെക്ഷൻ 302 പണിഷ്മെൻറ്റ് ഫോർ മർഡർ വരുന്നത്. അതുപോലെ 304B എന്ന് പറയുന്നത് ഡൗറി ഡെത്തിനെ പറ്റിയാണ് പറയുന്നത്. 319 ഹേർട്ടാണ് പറയുന്നത്. അതായത് ഹൂ എവർ കോസസ് ബോഡിലി പെയിൻ, ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ടു എനി പേഴ്സൺ ഇറ്റ്സ് ടു കോസ് ഹേർട്ട്. അപ്പം ഹേർട്ട് എന്താണ്? 320 ഗ്രീവിയസ് ഹേർട്ട്. ഒരു ഹേർട്ട് അത് ഗ്രീവിയസ് ഹേർട്ട് ആവണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അതായത് പെർമനൻറ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി പാർട്സിൻ്റെ ആകാം. അതുപോലെ തന്നെ ഇപ്പോൾ 20 days ബോഡിയിൽ പെയിനായി ഹോസ്പിറ്റൽ അഡ്മിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രീവിയസ് ഹേർട്ടിന് കീഴിൽ വരുന്നത്. അടുത്തത് സെക്ഷൻ 339 റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ്, വിച്ച് മീൻസ് whoever voluntarily obstruct any person so as to prevent that person from proceeding in any direction in which that person has a right to proceed is said to wrongfully restrain that person. ഒരു വ്യക്തിയെ ഒരു ഡയറക്ഷനിലും പോകാൻ അനുവദിക്കാതെ, അയാൾക്ക് പോകാൻ അവകാശമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് റോങ്ഫുൾ റിസ്ട്രെയിൻ. അടുത്ത 340 റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്. ഹൂഎവർ റോങ്ഫുള്ളി റീസ്ട്രെയിൻ എനി പേഴ്സൺ ഇൻ സച്ച് എ മാനർ as to prevent that person from proceeding beyond certain circumscribing limits. അടുത്തത് സെക്ഷൻ 351 അസോൾട്ടാണ്. അതുപോലെ 359 കിഡ്നാപ്പിങ്ങിനെ പറ്റി പറയുന്നത്. അതുപോലെ 375 പറയുന്നത് റേപ്പാണ്. ആൻഡ് 376 പണിഷ്മെൻറ്റ് ഫോർ റേപ്പ്. 376D പറയുന്നത് ഗ്യാങ് റേപ്പിനെ പറ്റിയാണ്. ഇനി 378 എന്ന് പറഞ്ഞാൽ തെഫ്റ്റാണ്. Whoever intending to take dishonestly any movable property out of the possession of any person without the person's consent moves that property in order to such taking is said to commit theft. അപ്പോൾ ഒരാളുടെ കൺസെൻറ്റ് ഇല്ലാതെ അയാളുടെ മൂവബിൾ പ്രോപ്പർട്ടി ഡിസോണസ്റ്റ്ലി എടുത്തു കഴിഞ്ഞാൽ അത് തെഫ്റ്റ് എന്ന് പറയും. അടുത്തത് സെക്ഷൻ 390 റോബറി. അതുപോലെ 391 ഡക്കോയിറ്റി. ഡക്കോയിറ്റി എന്ന് പറയുമ്പോൾ അതിൽ 5 or more മെമ്പേഴ്സ് വേണം. ആൻഡ് ഇവിടെ വരുമ്പോൾ ദർ ജോയിൻലി കമ്മിറ്റ് or attempt to commit a robbery, or when the whole number of persons conjointly committing or attempting to commit a robbery and person present and aiding such commission or attempt amount the 5 or more. Every person so committing, attempting or aiding is said to commit dacoity. അടുത്ത നോക്കുന്ന സെക്ഷൻ 415. 415 സെയ്സ് അബൌട്ട് ചീറ്റിംഗ് ആണ്. അതുപോലെ 425 മിസ്ചീഫ് ആണ്. Whoever intend to cause or knowing that it is likely to cause wrongful loss or damage to the public or to any person causes a destruction of any property or such change in any property or in the situation thereof as destroy or diminishes the value or utility or affects it injuriously commits mischief. അതായത് ഒരാൾ ഇൻറ്റൻഷനോട് കൂടി അല്ലെങ്കിൽ അയാൾക്കറിയാം എന്താ ഒരു റോങ്ഫുൾ ലോസ് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ആക്റ്റാണ് മിസ്ചീഫ് എന്ന് പറയുന്നത്. ദെൻ 441 ക്രിമിനൽ ട്രെസ്പാസ് ആണ്. അതുപോലെ 499 ഡിഫമേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IPCയിലെ സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്